ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിലെ കോടതി ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുന്നു. രേഷ്മ, ഈ ഹർജി എപ്പോഴാണ് നൽകിയിരിക്കുന്നത്? ഈ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗൗതം, അല്പസമയം മുൻപാണ് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള അപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമർപ്പിച്ചിട്ടുള്ളത്. നാളെ ആയിരിക്കും ഒരുപക്ഷെ ഈ അപേക്ഷ പരിഗണിക്കുക. കാരണം നാളെ സിറ്റിംഗ് ഉണ്ടാകും ഹൈക്കോടതിയുടെ. ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുള്ള ആവശ്യത്തിലേക്ക് കടക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് തന്റേതായിട്ടുള്ള താൻ സമർപ്പിച്ച പല തെളിവുകളും കീഴ്ക്കോടതി, അതായത് സെഷൻസ് കോടതി പരിഗണിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലടക്കം വലിയ രീതിയിൽ പിഴവുണ്ട്. പരാതിക്കാരിക്കെതിരായിട്ടുള്ള അനവധി തെളിവുകൾ താൻ ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകൾ അടക്കം നൽകിയതാണ്. പക്ഷെ അതൊന്നും തന്നെ സെഷൻസ് കോടതി വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല. ഒരു ലഘുവായ വിചാരണ എന്ന പോലെയായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത്, വാദം നടന്നിരുന്നത് എന്നുള്ള ഒരു വാദമാണ് നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മത പ്രകാരമായിരുന്നു ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. താൻ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചില്ല തുടങ്ങിയ വാദങ്ങളും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രഥമദൃഷ്ട്യാ തന്നെ രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാണെന്നും അതുകൊണ്ട് തന്നെ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകാനാകില്ല എന്നുള്ളതുമായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിലപാട്. അത് മാത്രമല്ല, ഗർഭഛിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടി, അതായത് അതിജീവിതയെ നിർബന്ധിക്കുന്നതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി ആദ്യഘട്ടം മുതലേ ഈ ഗർഭഛിദ്രത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ, അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുൻകൂർ ജാമ്യം അപേക്ഷ അനുവദിക്കാനാകില്ല എന്നുള്ളതായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. എന്തായാലും കീഴ്ക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ അതേ സാഹചര്യത്തിൽ തന്നെയാണ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നാളെ തന്നെ ഈ വിഷയം ഹൈക്കോടതി പരിഗണിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു അടിയന്തര സാഹചര്യം അഭിഭാഷകൻ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും നടപടികളിലേക്ക് കടക്കുക. ഇന്നലെ തന്നെ മേൽക്കോടതിയെ സമീപിക്കാനായിട്ടുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഈ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഇടപെട്ട് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുക അറസ്റ്റ് തടയാനായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് വേണമെന്നുള്ളതായിരിക്കും. സ്വാഭാവികമായിട്ടും അതിലേക്ക് കടക്കണമെങ്കിൽ പ്രോസിക്യൂഷൻ, അതായത് സർക്കാരിന്റെ അടക്കം മറുപടി വിശദമായിട്ട് ഹൈക്കോടതി കേൾക്കും. എന്തായാലും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവായിരിക്കും ആദ്യഘട്ടത്തിൽ തനിക്ക് വേണമെന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിക്കുക. എന്തായാലും നാളെ ആയിരിക്കും ഈ ഹർജി പരിഗണിക്കുക. ഗൗതം, ഓക്കെ. ലൈംഗിക ആരോപണ കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിലെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കവുമായി രാഹുൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. രേഷ്മയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.